സോ ഗൈസ്, അപ്പം ഇന്ന് മുതലൊരു വ്ളോഗ് ആരംഭിക്കാമെന്ന് വിചാരിച്ചു. അപ്പം എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എന്തെന്ന് വെച്ചാൽ ഇന്നൊരു കല്യാണത്തിന് പോവാണ്. അപ്പം അവിടെ വെച്ചങ്ങ് ഒരു വ്ളോഗ് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഇനി അങ്ങോട്ട് വ്ളോഗുകളായിരിക്കും അല്ലേ റിസ്വാനെ? ഗൈസ്, റിസ്വാനൊക്കെ താണ്ട ചെത്തി ഇത് ഔട്ട്ഫിറ്റ് കാണിച്ചു കൊടുക്കട്ടെ. ഓക്കെ, കണ്ട 2000 പാൻറ്, ഉടുപ്പ്. ഓ നിന്റെ ഗൈസ്, ഇത് അനിയൻ്റെ കാണിച്ചാ. എത്ര രൂപ? ഷൂ 600. ഓ, പാൻറ് 400. ഉടുപ്പ് 600. ആ, ഇനി സിഹാന്റെ കാണിച്ചു തരാം. സിഹാൻ ഷൂ 600. ഉടുപ്പ് 1000. പിന്നെന്ത് വരുന്നു? പാൻറ് 2000. ആ ചെയിന് 800. ഇനി എന്റെ കാണിച്ചു തരാം. പിടിച്ച് ക്യാമറ തരും. ഇതാണ് നമ്മൾ സിംപ്ലിസിറ്റിയുടെ ആൾക്കാരാണ്. വിലയൊന്നും പറയുന്നില്ല, സിംപ്ലിസിറ്റിയുടെ ആൾക്കാരാണ്. ഞാൻ സെയ്തിന്റെ ഔട്ട്ഫിറ്റിന്റെ റേറ്റ് പറ. ഔട്ട്ഫിറ്റ് റേറ്റ് 1000. ഓ, പാൻറ് 1000 വിട്ടൊരു കളിയില്ല. ഷൂ 1400. കുളിച്ച് നിൽക്കുന്ന സെയ്ത് ഗൈസ്. അപ്പൊ നമ്മളൊക്കെ സിംപ്ലിസിറ്റിയുടെ ആൾക്കാർ. സോ ചെയിനും ഉണ്ട്. അതെത്ര? കണ്ട 1000 വിട്ടൊരു കളിയില്ല. G-Shock സംഭവം ഇവിടെ അടിയായി ഗൈസ്. ഇവിടെ വില പറഞ്ഞ അടിയായി. അല്ല നമ്മള് കഴിഞ്ഞ നമ്മുടെ പഴയ ചാനലിൽ എന്തുവാ ഒരു വ്ളോഗ് ഇറക്കിയായിരുന്നു. റമദാൻ മാസമൊക്കെ ആയപ്പോഴത്തേക്കും കഞ്ഞിയുടെ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്യാവശ്യം 27K വ്യൂസ് കയറിയായിരുന്നു. സംഭവം നാട്ടി മൊത്തം വൈറലാണ് ഗൈസ് ആ വീഡിയോ. ആ വീഡിയോയിലുള്ള ആളാണിത്. ഔട്ട്ഫിറ്റ് റേറ്റ് സംഭവം ആള് കിടിലുമാണ്. എല്ലാരും ചോദിച്ചിട്ട് ഉപ്പാപ്പാടെ ചോദിക്കാതിരിക്കുന്നത് എന്താണ് പറയുന്നത്? ചോദിക്കാതിരിക്കുന്ന മോശമാണ്. അപ്പൊ അതുകൊണ്ട് ചോദിക്കാം. ഈ ഷർട്ട് എന്ന് പറഞ്ഞാൽ 2100 രൂപ വിലയുള്ള ഷർട്ട്. ഓ, അതേ കണക്ക് കൈകൊണ്ട് തയ്ച്ചുണ്ടാക്കിയതല്ലേ? 3000 രൂപയ്ക്ക് അടുത്താവും. അല്ല, ഞാൻ ഈ ഒന്നും മേടിച്ചെടുക്കും. നല്ല സാധനമേ ഞാൻ മേടിച്ചു. വാച്ച് എന്ന് പറഞ്ഞാൽ ഇംഗ്ലണ്ട്. അപ്പൊ ഗൈസ്, നമ്മൾ പോവാനുള്ള തിരക്കിലാണ്. സോ എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഗൈസ്, ഞാനൊരു കാര്യം കാണിക്കാൻ മറന്നുപോയി. വാപ്പയുടെ കളർ നോക്കൂ, ഉമ്മയുടെ കളർ നോക്കൂ. അവരൊക്കെ ഡ്രസ് കോഡ് ഗൈസ്, ഡ്രസ് കോഡ്. ഞാൻ മാത്രം ബ്ലാക്ക് ഇട്ടു. നീ ബ്ലാക്ക് ഇല്ലേ? അവനും ബ്ലാക്ക് ആണ്. ബ്ലാക്ക് ഉമ്മയും ബ്ലാക്കാ അല്ലേ? അവരും ബ്ലാക്കാണ്. ഞങ്ങളത്ര ഒരു ടീം, ഒരു രണ്ടുപേര് വേറെ ടീം, അങ്ങനാണ് ഗൈസ്. ഒരു വെറൈറ്റിക്ക് വേണ്ടി ബ്ലാക്ക് ഇട്ടതാണ് സംഭവം. ഇപ്പൊ എല്ലാരും ബ്ലാക്ക് ആയിപ്പോ ഗൈസ്. എല്ലാരും ബ്ലാക്ക്. ഇത് ചെയ്യാനാണോ? നമ്മളെവിടെ പരിപാടി വിധിച്ചാലും ഇതൊക്കെ തന്നെ എല്ലാം ചെയ്തേ. എന്താ പറയാനുള്ളത്? എല്ലാവർക്കും ബ്ലാക്ക്. നമ്മളോട് വന്നൊരു ചെറുക്കൻ മിസ്സിംഗ് ആണ് ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മളോട് കളഞ്ഞു പോയനൊക്കെ കിട്ടി. മേടി ഉണ്ടായിരുന്നു. എവിടെ ഫോട്ടോ എടുക്കാൻ പോയി. അതിന് ഇവനെ കല്യാണം വിളിച്ചില്ല ഗൈസ്. ഗൈസ്, കല്യാണമൊക്കെ കഴിഞ്ഞ സംഭവം ഇവിടെ മഴ പെയ്ത് നല്ല രസമുണ്ട് കാണാൻ. പൂവും കിട്ടി. അങ്ങനെ ഗൈസ്, നമ്മള് കല്യാണം കഴിച്ചിട്ട് നേരെ ചെറുക്കിന്റെ വീട്ടിലോട്ട് പോവാണ് ഗൈസ്. ഇവിടാണ് മറ്റേ ജാസ്മിൻ ജാഫറുണ്ട് ബിഗ് ബോസിലൊക്കെ. അപ്പം അവരെ വീട് ആ വഴി എങ്ങനെ പോകുമ്പോഴാണ് ഞാൻ പറയുന്നത്. അവിടെ വന്നപ്പോൾ ഞാൻ അറിഞ്ഞാണ് സംഭവം. അങ്ങോട്ടൊന്നും പോകുന്നില്ല ഗൈസ്. നമ്മൾ ഇവൻ നോക്കുകയാണെങ്കിൽ ഇവൻ എന്തോ കടയിൽ നിന്നൊക്കെ മേടിച്ച് കുടിച്ചിട്ട് വരുന്നത്. എന്താണെന്തോ. ഞാൻ പോവാണ് ഗൈസ്. ഇങ്ങനെ ടൈം പോകണ്ടേ? ഇവിടെ എങ്ങനെ കിടന്ന് കറങ്ങുവാണ്. അതായത് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ കിടന്ന് കറങ്ങുക സംഭവം ഗൈസ്. നിങ്ങൾ കണ്ടു നിർത്തിയില്ലേ വ്ളോഗ്? അവിടെ വെച്ചിട്ട് നിർത്തിയതാ. അങ്ങനെ കുറച്ച് തിരക്കായിപ്പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. സംഭവം അതാണ് മെയിനായിട്ടുള്ള എൻ്റെ വിഷയം എന്ന് വെച്ചാൽ, നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം ഞാൻ എങ്ങനെ വെച്ചാൽ വീഡിയോ എടുക്കുന്നത്. അതെന്ന് വെച്ചാൽ ആൾക്കാരെ ഫ്രണ്ടിൽ ഈ ക്യാമറ ആയിട്ട് ഫേസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം അങ്ങനെ എടുക്കുന്നത്. സംഭവമായിട്ടൊന്ന് സെറ്റായി വരുന്നേ ഉള്ളു. സംഭവം എന്ന് വെച്ചാൽ ഇന്നത്തെ വ്ളോഗിൽ ഒന്നും കാര്യമായിട്ടില്ല. ഇൻഷാ അള്ളാ ഇനി വരുന്ന വ്ളോഗ് നമ്മൾ സെറ്റാക്കും. കാര്യം എന്തെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു വ്ളോഗ് സെറ്റാക്കി ഇടുക അതുണ്ടായിരുന്നു സംഭവം. ഇനി എന്തായാലും സെറ്റാക്കും ഇൻഷാ അള്ളാ. അപ്പോൾ ശരി ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.